മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സൗദിയിൽ മലയാളി വെടിയേറ്റു മരിച്ചു. കാസർഗോഡ് സ്വദേശി ബഷീറാണ് മരിച്ചത്. അസീർ പ്രവിശ്യയിലെ ബിഷയിലാണ് സംഭവം. താമസ സ്ഥലത്ത് വാഹനം ക്ലീൻ ചെയ്യുന്നതിനിടെ വാഹനത്തിലെത്തിയ അജ്ഞാത സംഘം വെടിവെക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, മലയാളിയാണ് സൗദിയിൽ വെടിയേറ്റു മരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇന്ന് രാവിലെയാണ് ഈ സൗദിയിൽ ഏറെക്കാലമായി ജോലി ചെയ്തിരുന്ന കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ബഷീർ വെടിയേറ്റ് മരിച്ചതായി സഹോദരന് വിവരം ലഭിച്ചത്, ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. അജ്ഞാത സംഘം എത്തി ഇത്തരത്തിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും 15 വർഷത്തിലധികമായി ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തിരിക്കുകയായിരുന്നു ഈ കാസർഗോഡ് എണ്ണപ്പാടിയിലെ ബഷീർ. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ബന്ധുക്കൾക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. വെടിയേറ്റു മരിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്നാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്ന ബഷീർ ഈ എണ്ണപ്പാടിയിലെ മുഹമ്മദിന്റെയും പരേതയായ മറിയുമ്മയുടെയും മകനാണ്. നസ്രിയാണ് ഭാര്യ. 3 മക്കളും ഇയാൾക്കുണ്ട്. എന്തായാലും ഈ മരണകാര്യം എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സൗദിയിൽ മലയാളി വെടിയേറ്റു മരിച്ചു. കാസർഗോഡ് സ്വദേശി ബഷീറാണ് മരിച്ചത്. അസീർ പ്രവിശ്യയിലെ ബിഷയിലാണ് സംഭവം. താമസ സ്ഥലത്ത് വാഹനം ക്ലീൻ ചെയ്യുന്നതിനിടെ വാഹനത്തിലെത്തിയ അജ്ഞാത സംഘം വെടിവെക്കുകയായിരുന്നു. ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്.